ഇന്ന് നമുക്ക് മട്ടൻ കുറുമ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മട്ടനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. സാധാ മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അത് ചേർക്കാം. ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്ന സമയത്ത് നല്ലൊരു കളർ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 കപ്പ് തൈര്. ഈ തൈരിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതാണ്. തൈരിൻ്റെ കട്ടയെല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചെയ്ത് നമുക്കിതിനെ മാരിനേറ്റ് ചെയ്യാം. ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഒരു മട്ടനെ അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. കൂടുതൽ ടൈം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഈ മസാല നന്നായിട്ട് മട്ടനിലേക്ക് പിടിച്ച് വരും. ഇനി ഒരു പാൻ വെച്ച് പാനിന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ചധികം തന്നെ ഓയിൽ ഒഴിക്കണം. കാരണം നമ്മൾ ഈ ഒരു ഓയിലാണ് സവാള ഫ്രൈ ചെയ്തെടുക്കുന്നത്, അതുപോലെ മട്ടൻ വഴറ്റിയെടുക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് സ്പൈസസ് ചേർക്കാം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം പട്ട, 5 ഏലക്ക, 5 ഗ്രാമ്പു, 2 ബേ ലീഫ് എന്നിവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി 2 സവാള നീളത്തിൽ അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർക്കാം. ഈ സവാള നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ കളർ മാറി വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കളറൊന്ന് ഗോൾഡൻ കളറായി മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സവാള ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കണം. അല്ലെങ്കിൽ ഈ സവാള പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് മട്ടൻ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് മുകളിലേക്ക് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് ഈ മട്ടനെ വഴറ്റിയെടുക്കാം.
ഇനി ഇതിലേക്ക് 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എന്നിവ കൂടി ചേർക്കാം. പച്ചമുളകും മുളക് പൊടിയെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കണം. നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. എൻ്റെ ക്യാമറ ഓഫായതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ, ഫസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് ഈ മട്ടൺ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ വെള്ളം മുഴുവനായി വറ്റി വരുന്നത് വരെ നമുക്ക് ഈ മട്ടൺ വേവിച്ചെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ഈ വെള്ളം നല്ലവണ്ണം വറ്റി വരണം. മട്ടൻ നന്നായിട്ട് വെന്ത് വരണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർക്കാം. അടച്ച് വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം. മട്ടൻ നല്ലവണ്ണം വെന്ത് വെള്ളം വറ്റി എണ്ണ മുകളിലേക്ക് ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.